ലാസ്റ്റ് നടന്നൊരു ഡ്രിഫ്റ്റ് ഇവൻറ്റിൽ വെച്ചിട്ട് വണ്ടി ചെറിയൊരു ഡാമേജ് ആയിപ്പോയി. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ബമ്പർ, ലൈറ്റ്സ്, ഫ്രണ്ട് സപ്പോർട്ട് ഇതൊക്കെ ഒന്ന് ചെറിയൊരു ആക്സിഡൻറ്റിൽ മൊത്തം മിസ്സൈലനായി. അപ്പോൾ നമ്മൾ വീണ്ടും ആ ബമ്പർ ഉണ്ടാക്കണം ഫൈബറിൽ. ഇതാണ് ഞാൻ പറഞ്ഞ ആക്സിഡൻറ്റ് ഉണ്ടായി എന്നുള്ള ആ ഒരു സമയത്തുള്ള ചെറിയൊരു വീഡിയോ. തൊട്ട് മുമ്പാണ് വണ്ടി ആക്സിഡൻ്റ് ആയത്. സോ ഇതാണ് യൂഷ്വലി എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. സ്റ്റാൻഡേർഡ് ടെസ്റ്റാണിത്. രണ്ട് വണ്ടി ഒരുമിച്ച് പോകും. അപ്പോൾ ആക്സിഡൻ്റ് ആവാൻ ചാൻസസ് ഉണ്ട്, വണ്ടിക്ക് തീപിടിക്കാൻ ചാൻസസ് ഉണ്ട്, പറയാൻ വേണ്ടി പറ്റില്ല. വണ്ടി ആക്സിഡൻ്റ് ആവുക, ഡാമേജ് ആക്കുക, ഇതൊക്കെ ഡ്രിഫ്റ്റിനകത്ത് സാധാരണയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പോർട്സാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ സിൽവിയയുടെ ബമ്പറിൻ്റെ മോൾഡ്. അതാ ഫ്രണ്ട് ബമ്പറിൻ്റെ. ഇത് 250Z നിസാൻ സി. അങ്ങനെ ഒരുപാട് വണ്ടികളുടെ മോൾഡ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതൊക്കെ മോൾഡാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സെക്ഷൻ മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഈ ബമ്പർ നമ്മളിപ്പോൾ ഇതിലേക്ക് പുതിയ ബമ്പർ ഉണ്ടാക്കും വെച്ചിട്ടായിട്ട്. അങ്ങനെ നമ്മൾ ആ സാധനം കൊണ്ടുവന്ന് ഇവിടെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഫ്രണ്ട് ബമ്പർ, 2 ഹെഡ്ലൈറ്റ്. ഇനി വണ്ടിയിലേക്ക് വെച്ച് ഫിക്സ് ചെയ്ത് പെയിൻ്റൊക്കെ ചെയ്ത് വണ്ടി സെറ്റാക്കിയിട്ട് ഇവൻറ്റിലോട്ട് കൊണ്ടുപോയി ഇനി ബാക്കി ഇവൻറ്റത്തെ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതാണ് EDCയുടെ പിറ്റ് പ്രോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വണ്ടികൾ കുറച്ച് ക്ലോസപ്പായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ എൻജിൻസും ബാക്കി ഡീറ്റെയിൽസൊക്കെ നല്ല ക്ലിയർ പിക്ചറായിട്ട് ഇവിടെ ചോദിച്ചു തരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അടുത്ത പ്രാവശ്യം ഈ ഇവൻറ്റ് നടക്കും നെക്സ്റ്റ് ഇയർ. ആ സമയത്ത് ഇവിടെ വരിക, എല്ലാം ഒന്ന് കണ്ട് സെറ്റാക്കി നോക്കാം. ഇതൊക്കെ ടയർ വരുന്ന